പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ റാന്നി വിൽസൺ വേണാട്ടിൻ്റെ 59ാം പിറന്നാൾ ആഘോഷം 2024 നവംബർ മാസം 16-ാം തീയതി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നടന്നു. ഞാനും അജിൽ വി രാജനും അവിടെ പങ്കെടുത്തു. വക്കീലന്മാരായി ഞങ്ങൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. റാന്നി തൃക്കോമല സെൻറ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് വികാരി റവറൻ ഫാദർ ചാക്കോ മേലേടത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വീട് കൂതാശയും അതിനോടനുബന്ധമായ വിൽസൺ വേണാട്ട് സാറിൻ്റെ പിറന്നാൾ ആഘോഷവും നടന്നത്. സുഹൃത്തുക്കൾ എപ്പോഴും നമുക്ക് സന്തോഷമാണ്. അവരുടെ സാന്നിധ്യം, അവരോട് സംസാരിക്കുക, അവരുടെ സാന്നിധ്യം എല്ലാം നമുക്ക് വളരെ വളരെ സന്തോഷമാണ്. സാധാരണ നല്ല കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പറയുന്നതാണ്. പ്രത്യേകിച്ച് അത് പള്ളി വന്നാലും പിതാക്കന്മാർ വന്നാലും അച്ഛന്മാർ വന്നാലും ഇനി പബ്ലിക് സൊസൈറ്റിയിലാണെങ്കിലും എപ്പോഴും ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ സാറിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് ഇപ്പോൾ ഏറ്റവും ഓരോ പ്രാവശ്യം ഓരോ ഇതാണല്ലോ പറയേണ്ടത്. ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഏറ്റവും വലിയൊരു അടുത്തൊരു പ്രത്യേകതയാണ് ഈ ഞായറാഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ആത്മീയത ആരംഭിക്കുന്നത് ഏറ്റവും ബേസ് കാര്യത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കും. നമ്മൾ വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ ഈ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. ധ്യാനിക്കാൻ പോകുക, ഒരാഴ്ച ധ്യാനിക്കാൻ പോവുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശുദ്ധിയിൽ നടക്കുക, പാപമൊന്നും ചെയ്യാൻ നടക്കുക, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ വിശുദ്ധി എന്ന് പറയുന്നത് സത്യത്തിൽ ആത്മീയത തുടങ്ങുന്നത് ഏറ്റവും ബേസിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. ഒന്നാമത്തെ കാര്യമാണത്. ഞാൻ പറഞ്ഞ ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അതിന് വിശുദ്ധിയുടെ ഏറ്റവും ഒരു ഒന്നാമത്തെ സ്റ്റെപ്പാണ്. സാറിനത് വളരെ ചിരിച്ചുകൊണ്ടാണ് സാറിന് ഇടപെടുന്നത്. ആരെ കണ്ടാലും വെൽക്കമിങ് ആണ്. 2 വൃത്തി എന്നുള്ളൊരു കാര്യം പറയും. ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ വൃത്തി. ഈ വീടിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞതാണ്, വീടും അന്തരീക്ഷവും വീട്ടിലുള്ളവരെല്ലാം വളരെ നീറ്റാണ്, വൃത്തിയാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഉള്ളതുകൊണ്ടല്ല അവർ നടക്കുന്നത്, ഒരു വിശുദ്ധിയുടെ ഒരു ബേസിക് ലക്ഷണമാണ്. അപ്പോൾ വൃത്തി എന്ന് പറയും. 3-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഈ അതിഥികളെ സ്വീകരിക്കുക. അതെല്ലായിടത്തും ഉണ്ട്. ഹൈന്ദവ പാരമ്പര്യത്തിലുണ്ട് അതിഥി ദേവോഭാവം. അതിഥികളെ ദൈവ തുല്യരായിട്ട് കരുതണമെന്നതാണ്. അപ്പോൾ അതാണ് കൊണ്ട് ചെങ്കീരി ഉണ്ടായത് അങ്ങനെയാണ്. ഒരു അതിഥിയെ സ്വീകരിച്ചിട്ട് അദ്ദേഹം കൈ കഴുകിയ വെള്ളം കീരിയുടെ ദേഹത്ത് വീണാണ് ചെങ്കീരി ആയതെന്ന് പറയും. അതുപോലെ ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേലൻ്റെ കഥ, ഈ അവലിങ്ങനെ ഈ കീറ്റ് തുണിക്കകത്ത് വെച്ചുകൊണ്ട് പോയിട്ട് ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിൽ കയറി കഴിഞ്ഞിട്ട് കൊട്ടാരം വീട് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നീ എന്നെ കാണാൻ വന്നപ്പോൾ എന്തൊരു കൊണ്ടുവരെ കാണാതെ വെറുതെ തരത്തിലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ്, അപ്പോൾ ഇവനിങ്ങനെ പുറകെ പിടിച്ച അവല് കുചേലനിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് മണ്ണും പൊടിയുള്ള അവലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ശ്രീകൃഷ്ണൻ കഴിച്ചെന്നാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ വെളിയിറങ്ങിയപ്പോഴും ആലോചിച്ചത് ചോദിക്കാൻ പോയത് വീടാണ്. പക്ഷേ മറന്നുപോയി ചോദിക്കാൻ വേണ്ടി. പക്ഷേ വീട് ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു കൊട്ടാരം കണ്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിനകത്തൊരു വലിയ സ്റ്റോറി പറയുന്ന ഇതാണ്, അതിഥികളെ സ്വീകരിക്കുന്ന. അതാണ് എനിക്ക് ഇന്ന് സാറിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ സൗഹൃദ വലയവും മറ്റാളുകളെ വെൽക്കം ചെയ്യുന്നതും. ഈ നമുക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്നോടാണ് ഏറ്റവും കൂടുതൽ കാര്യം തോന്നും. വേറെ അച്ഛന്മാർക്ക് തോന്നുന്നു അവരോടാണ് ഏറ്റവും കൂടുതൽ കാര്യം തോന്നും. നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളോടാണ് കാര്യം തോന്നുന്നത്. ഒരു അതിഥികളെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ സാറിന് ഒത്തിരിയേറെ നന്മകളിലും ഒരു വലിയൊരു നന്മയാണ് ഇത്. ഈ ഒരു ബേസിക് വിശുദ്ധിയുടെ ഒരു ലക്ഷണമായിട്ട് ഞാൻ കാണുന്ന കാര്യമാണ്. അപ്പോൾ സാറ് വഴിയായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ സുഹൃത്തുക്കളെ ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിച്ച് തീർത്ത് പോകുന്നതിനേക്കാളും വരികയാണ് വീട്ടിൽ നമ്മുടെ ഏറ്റവും രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം കുറച്ച് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പോയി കഴിഞ്ഞാൽ അതിലൊരു നന്മയില്ല. എപ്പോഴും നമ്മളുടെ ഈ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ മുമ്മുല്ലിൻ്റെ ബന്ധമാണ്. അതെപ്പോഴും പറയും ഭാര്യഭർത്തൃ ബന്ധം, ബാക്കി എല്ലാ ബന്ധങ്ങളും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. അത് പിണങ്ങിയാലും വീണ്ടും. പക്ഷെ ഭാര്യഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു രക്തബന്ധമല്ല, ഒരു നൂല് കൊണ്ടുള്ളൊരു ബന്ധമാണ്. ഈ സ്നേഹബന്ധങ്ങൾ അതുകൊണ്ടാണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പണ്ട് എന്നും വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നമ്മുടെ ശത്രുക്കളായി കഴിഞ്ഞാൽ നമ്മളും
ജന്മശത്രുക്കളെ പോലെ ഇരിക്കുന്നതിന് കാരണം യാഗം അത് സാമ്പത്തികം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് എത്രയോ ആളുകൾ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ സാർ ആർക്കുന്നൊരു വ്യത്യസ്ത കാഴ്ചപ്പാട്. അപ്പോൾ സാറിന് പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർക്കുന്നു. സാറിൻ്റെ എല്ലാ നന്മയ്ക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പവിൻ്റെയും പ്രിയയുടെയും അവർ വളരെ ചുറുചുറുക്കുള്ള രണ്ട് യുവതി വളരെ പവനെ എനിക്ക് നേരത്തെ തൊട്ടേ അറിയാവുന്ന ആളാണ്. വളരെ പണ്ടുതൊട്ട് ചെറുപ്പം തൊട്ടേ അവൻ സഭാപരമായ കാര്യങ്ങളിൽ പ്രിയാണെങ്കിലും ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നത് ഈ പ്രിയ ഇവർ മോളെ പോലെ തന്നെയാണ് കരുതുന്ന. ചുമ്മാ വാക്കുകൊണ്ട് പറയുന്നതല്ല, ഇവരങ്ങനെ കരുതുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ്. വാക്കുകൊണ്ട് ഞാൻ പറയും മോളാന്ന് പറയുന്നത് പ്രിയമായിട്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു 3 എല്ലാ ആശംസകളും ഒഴുകുന്ന നമ്മുടെ ഒഴുകുന്ന ദേവാലയങ്ങളുടെ പേരിൽ അറിയും ദൈവാനുഗ്രഹിക്കും. ആർക്കെങ്കിലും ഒരു വാക്ക് നമ്മുടെ മനു ഏറ്റവും പ്രിയപ്പെട്ട ബിജു കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഇവരുടെ ബർത്ത്ഡേ ഞങ്ങൾ ചോദിച്ചാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ബിജുവിൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചുമോൻ, പിന്നെ പ്രിയപ്പെട്ട ജെറീൻ ജിസും ഈ കുടുംബമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് ഞങ്ങളുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഗോകുട്ടന്, അതോടൊപ്പം തന്നെ സോജി, ബിജോയി, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മീന കുടുംബം, ഇവരൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചുറ്റുള്ളവരാണ് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ അമ്മാച്ചൻ്റെ മകള് ഇവിടെ വന്നപ്പോഴാണ് അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്നത്. അവളുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ മാർഗത്തോടെന്ന് പറഞ്ഞ് അവളെ വിളിച്ച് നിർത്തി. സോ അറിയാവുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക നന്ദി. പ്രത്യേകിച്ച് റിജോ എൻ്റെ സഹോദരനാണ്. ഈ പറഞ്ഞ അജില് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജൂനിയർ അത്ലറ്റിക്സിൽ ഏറ്റവും പ്രിയമുള്ളതാണ്. അതിലേറ്റവും മിടുക്കനായ അഭിഭാഷകനാണ്. മനുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിലെ അച്ഛൻ്റെ അപ്പൂൻ്റെ ഏറ്റവും വലിയ എന്നെക്കാട്ടി അവർ സോ ഇവർ എല്ലാവർക്കും പ്രത്യേക നന്ദി. കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേക അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അച്ഛൻ പ്രസംഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ എല്ലാ പരിപാടികളും ജീവിതം ആഘോഷമാക്കും. ഇവിടെ വീട്ടിലെ എല്ലാ പരിപാടികളും ആഘോഷമാക്കി മാറ്റുന്നവരാണ് ഞങ്ങൾ തന്നെ എല്ലാം ആഘോഷിക്കുന്നത്. ഞങ്ങൾ പ്രിയപ്പെട്ടു. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ Happy birthday to you. Happy birthday to you. Happy birthday to you. May the Lord God bless you. May the Lord God bless you. May the Lord God bless you. Happy birthday to you. happy long life to you. Happy long life to you. Happy long life to you, dear. Happy long life to you. ഇവരുടെ സമ്മാനങ്ങൾ താങ്ക് യു. ഇത് അപ്പൂന്റെയും പ്രിയത്തേച്ചിയുടെ മകയാണ്. താങ്ക് യു മക്കളെ. ഗോഡ് ബ്ലെസ് യു. കാണുന്നില്ലേ പ്രിയപ്പെട്ട ഇതെന്താ അത് അപ്പൂന്റെ ചേച്ചി കുട്ടി. അപ്പനെ ഓക്കെ. താങ്ക് യു അപ്പോ. താങ്ക് യു പ്രിയമോളെ. ഗോഡ് ബ്ലെസ് യു.
ഒരു കേക്ക് ഉണ്ട്. ഇതങ്ങോട്ട് മാറ്റി വിളിക്കാം. നമുക്ക് വിഷമിക്കണമെന്നോ ബഹുമാനപ്പെട്ട അച്ഛ, അച്ചായിയമ്മ, നിങ്ങളുടെ ശേഷം സഹോദരങ്ങളെ, ഇന്ന് വളരെ അപ്രത്യക്ഷമായിട്ടാണ് ഇന്ന് അജിനിയെ ഇവിടെ നിന്ന് കണ്ടു കിട്ടിയത്. രാവിലെ അവള് അച്ചായിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെയും ബർത്ത്ഡേ ആണ്, അപ്പം ഇന്ന് അവർ പരുമലയ്ക്ക് പോകുന്നുണ്ട്, അപ്പം തിരിച്ചിവിടെ വരും എന്നാണ് രാവിലെ പറഞ്ഞിരുന്നത്. വന്നുടനെ പോകാനായിട്ടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവർക്കൂടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഇത്രയും നാള് ദൈവം ആയുസ്സും ആരോഗ്യം കൊടുത്തു, സന്തോഷകരമായ ഒരു കുടുംബജീവിതം കൊടുത്തു, ദാനമായിട്ട് നല്ല 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. ദൈവം സന്തോഷമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടുതൽ കൂടുതൽ ആയുസ്സും ആരോഗ്യവും ഈ ഭൂമിയിലായിരിക്കാനായിട്ട് ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധമായ ജന്മദിന ആശംസിക്കുന്നു. ഹസ്ബൻഡിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സൂപ്പർ ആണ്. ഇപ്പൊ ആശംസ പറയാൻ ക്ഷണിക്കുന്നു. ഞാനും ഇതേമാതിരി തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ വെളിയിലായിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറയാതെയാണ് പറഞ്ഞത്. വരുമെന്ന് പറഞ്ഞിരുന്നത് 13-ാം തീയതി 15-ാം തീയതി അടുത്ത് വരുമെന്നാണ് പറഞ്ഞത്. മുൻകൂർ വന്നു. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം അത് കൃത്യ ഡേറ്റിലാണ് പോയിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വരയ്ക്കേക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ വന്ന് ഇങ്ങനെ പോയി. അപ്പോൾ പരിമലയ്ക്ക് പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അങ്ങനെ രാവിലെ പരിമല പോയി തിരിച്ചിങ്ങനെ വന്ന് അപ്പോൾ അമ്മമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. രാവിലെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. പിന്നെ വന്നവിടെ പോകാൻ മഴയാണെന്ന് പറഞ്ഞു. അന്നപ്പോൾ അമ്മ പറഞ്ഞു വിട്ടില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇനി ലേറ്റ് ആക്കരുത്. ഫുഡ് എടുത്തോളാം. ചൂനെ തൂരെ അച്ഛൻ്റെ കൂടെ എടാ,